ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം, ലൂക്ക് ചാപ്റ്റർ 19 വേഴ്സസ് 1 to 10. പ്രൈസ് ദി ലോർഡ്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം കർത്താവ് അവിടെ പ്രസ്താവിക്കുകയാണ്, അല്ലേ? അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമായ വചനമാണ്. ചരിത്രങ്ങൾ തെളിവുകൾ നിരത്തുന്നു. യേശുക്രിസ്തുവിന് സമകാലികരായിട്ട് ഉണ്ടായിരുന്ന അനവധി ചരിത്രകാരന്മാർ, യഹൂദ ചരിത്രകാരന്മാർ, ഗ്രീക്കിലെ ചരിത്രകാരന്മാർ, റോമിലെ ചരിത്രം പഠിപ്പിച്ച ചരിത്രകാരന്മാർ എന്ന് വേണ്ട ആളുകളൊക്കെ ചരിത്രം നിരത്തി പറയുന്നുണ്ട്. യേശുക്രിസ്തു എന്ന ഒരുവൻ യഹൂദന്മാരുടെ ഇടയിൽ എഴുന്നേറ്റ് താൻ ക്രിസ്തു എന്ന് പറയുകയും അവനെ 3 ആണികളുമേൽ ക്രൂശിച്ചു എന്ന മറ്റ് ചരിത്രങ്ങളൊക്കെ പ്രസ്താവിക്കുമ്പോൾ, വേദപുസ്തകത്തിൽ വിശ്വാസയോഗ്യമായ വചനമായിരിക്കുമ്പോൾ പലപ്പോഴും നമുക്കിതൊക്കെ ഗ്രഹിപ്പാനും വിശ്വസിക്കാനും അല്പം ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട്. സ്തോത്രം. പറഞ്ഞതിന്റെ സാരം, നാം ഇവിടെ പറഞ്ഞത് ഒരു പരീശൻ, സ്തോത്രം, ആരെ പറ്റിയാണ്? ചുങ്കക്കാരിൽ പ്രമാണി, എ സൂപ്പർവൈസർ ഓഫ് ടാക്സ് കളക്ടർ, അല്ലെങ്കിൽ അതിലെ ചീഫ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. എന്തുകൊണ്ടാണ് ചുങ്കക്കാരിൽ പ്രമാണി അല്ലെങ്കിൽ ചുങ്കം മേടിക്കുന്ന വ്യക്തി? നമുക്കിവിടെ പല സ്ഥലങ്ങളും ഉണ്ടല്ലേ. ചുങ്കം എന്ന് പറയുന്ന ഒരു സ്ഥലം ഇവിടെ മെഡിക്കൽ കോളേജ് പോകുന്ന വഴി കൊണ്ടുപോകും. നമ്മുടെ മുണ്ടത്തിക്കോടത്തിന് മുന്നേ ഒരു ചുങ്കം ഉണ്ട്, അല്ലേ? അപ്പോൾ ചുങ്കം, അത് പണ്ടൊക്കെ ചുങ്കം പിരിച്ചിരുന്ന സ്ഥലങ്ങളാണ്. പലരും ആഗ്രഹിക്കുന്നില്ല ചുങ്കം കൊടുക്കുവാൻ, അല്ലേ? കാരണം ഞാൻ ഞെക്കി പിടിഞ്ഞ് പൈസ ഒന്നും ഇല്ലാത്തയിടത്ത് എന്ത് ചെയ്യാണ്? ചുങ്കം മേടിക്കുക. ഇന്ന് നമുക്കറിയാം നമ്മുടെ വസ്തുവിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നാം ടാക്സ് കൊടുക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ പലപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ മന്ത്രിമാർ ചികിത്സയ്ക്കായിട്ട് വിദേശത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ പൈസയും കൊണ്ടുവച്ച യുവന്മാരൊക്കെ എന്ത് ചെയ്യുന്നത്? പോകുന്നത്, അല്ലേ? നേരാവണ്ണം നമുക്ക് പോകാനായിട്ട് ഒരു റോഡ് പോലും ഇല്ലാത്തപ്പോൾ യുവന്മാരൊക്കെ എന്ത് ചെയ്യുന്നു? പണ്ടൊക്കെ അമേരിക്കയെ കുറ്റം പറഞ്ഞവരോ, പക്ഷേ ഇപ്പോൾ അമേരിക്ക ബൂർഷകളാന്ന് പറഞ്ഞവരൊക്കെ അമേരിക്കയിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു? നല്ല നല്ല ചികിത്സകൾ നടത്തും. അപ്പോൾ നമ്മൾ പറയും അതൊന്നും അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല, നമ്മളൊക്കെ എന്ത് ചെയ്യാണ്? അങ്ങനെയാ, നമ്മളൊക്കെ വീട്ടിൽ നിന്ന് ടാക്സ് അടയ്ക്കുന്ന പൈസയാണെന്നാണ് പറയുന്നത്. സ്തോത്രം. പറയാമെന്ന് പറയല്ല, അങ്ങനെയാണ്, അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ടാക്സുകളൊക്കെ ദിവസങ്ങൾ കൂടി ഇടപാടുകൾ നടത്തുമ്പോൾ ആ സ്റ്റാമ്പ് പേപ്പറിൻ്റെ ഡ്യൂട്ടിയൊക്കെ എന്ത് ചെയ്തു? വലിയ ഡ്യൂട്ടി ആയിട്ട് മാറി. സാധാരണക്കാരന് താങ്ങാവുന്നതിനേക്കാൾ വ്യത്യസ്തമായ നിലയിൽ അതിൻ്റെ ഡ്യൂട്ടികളെല്ലാം കൂടി, ടാക്സുകൾ കൂടി. 1 നില 2 നിലയായാൽ എന്തുണ്ട്? ടാക്സ് കൂടുതലാണ്. അപ്പോൾ പല നിലയിലും വിലയിലും ഒക്കെ ടാക്സുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ പൊതുവേ നമ്മൾ ഈ ഗവൺമെന്റിന് കൊടുക്കുന്ന കാര്യത്തിൽ, സ്തോത്രം, കർത്താവിന് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ മുൻപന്തിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ സ്തോത്രം പറയാനാണ് പറഞ്ഞത്. സ്തോത്രം കൊടുക്കുന്ന കാര്യത്തിൽ, സ്തോത്രം കൊടുക്കുന്ന കാര്യത്തിൽ. അപ്പോൾ ഈ ഗവൺമെന്റിന് കൊടുക്കുന്ന കാര്യത്തിൽ എന്താണ്? അല്പം സ്വല്പം പ്രയാസങ്ങൾ ഇന്ന് മുതലേ, പണ്ട് മുതലേ ഉണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് പടക്കം വരയ്ക്കുന്ന നല്ലതാ. ഞാൻ ഇവിടെ ശ്രദ്ധിക്കും. ആ ബാറ്ററിക്ക് കുഞ്ഞ് അങ്ങോട്ട് മാറ്റി വെച്ച് ഷെയറേ. ബാറ്ററി എവിടെ നിന്നാണ് കിട്ടിയത്? ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഞാൻ നിങ്ങളെ ഒരു ഗ്യാപ്പ് ഇട്ടേച്ച് ഇരുത്തിയത്. ഇപ്പൊ എങ്ങനെ 3 പേരും അടുപ്പ് കല്ല് പോലെ ഒരുമിച്ച് വന്നത്? ഏതാനും ഇങ്ങോട്ട് നീങ്ങിയിരുന്നേ. മോനെ കണ്ട, മോനെ അവിടെ ഇരുന്നാൽ മതി കേട്ടോ. അഷേറെ എൻ്റെ മുഖത്ത് നോക്കണേ. സ്തോത്രം. അപ്പൊ ഇനി ഇവിടെ ശ്രദ്ധിച്ചു. അപ്പോൾ അന്ന് കാലത്ത് യഹൂദന്മാർ റോമൻ അധികാരത്തിന് കീഴിലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. റോം തങ്ങളുടെ ഇഷ്ടത്തിനൊത്തവണ്ണം ഓരോ രാജാക്കന്മാരെ യഹൂദന്മാരുടെ ഇടയിൽ വാഴിക്കുക പതിവാണ്. അപ്പോൾ തങ്ങളുടെ രാജസ്ഥാനത്തിന് ഉറപ്പ് വരുവാൻ വേണ്ടി ഈ രാജാക്കന്മാർ എന്തു ചെയ്യുന്നതെന്ന് അറിയാമോ? റോമിനെയും പ്രസാദിപ്പിക്കും, യഹൂദന്മാരെയും പ്രസാദിപ്പിക്കും. 2 പേരും പ്രസാദിപ്പിച്ചാൽ തങ്ങളുടെ കസാര എന്ത് ചെയ്യുള്ളൂ? ഉറപ്പായിട്ട് പോവുകയുള്ളൂ. അപ്പോൾ റോമിന് ആവശ്യമായ ടാക്സ് എല്ലാം യഹൂദന്മാരെ പിഴിഞ്ഞ് എന്ത് ചെയ്യും? റോമിലോട്ട് അയക്കുക പതിവായിരുന്നു. അല്പസ്വല്പം യഹൂദന്മാർക്ക് പ്രീണിപ്പെടുത്തുന്ന രീതിയിൽ യഹൂദന്മാരുടെ ആലയം പണിയുക, അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾക്ക് രാജാവ് കയ്യിൽ നിന്ന് പൈസ ഇട്ടേച്ച് എന്ത് ചെയ്യും? അതിൻ്റെ കേടുപാടുകൾ തീർക്കുവാൻ ആ കാര്യത്തിലൊക്കെ താല്പര്യമാണ്. കാരണം യഹൂദന്മാരെയും പ്രീതിപ്പെടുത്തണം, റോമൻ ഗവൺമെന്റിനെയും പ്രീതിപ്പെടുത്തണം. ഇതിന്റെ രണ്ടിന്റെ ഇടയിലും നിന്നുകൊണ്ട് ഹെരോദ രാജാവ്, അല്ലേ? നമുക്കറിയാം ഹെരോദ രാജാവിനെ പറ്റി അറിയാം. ഹെരോദ ഗ്രേറ്റ് ഉണ്ട്,
ഹെരോദ രാജാവുണ്ട്. അങ്ങനെ പലരും ഇങ്ങനെ മാറി മാറി യഹൂദന്മാർ ഭരിച്ച് പിഴിഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഇന്നും നമ്മളെ ഭരിച്ച് പിഴിഞ്ഞ് നമ്മളെ മുടിപ്പിക്കുന്ന പോലെ തന്നെ അന്നും ഇതൊക്കെ തന്നെയാണ് സിസ്റ്റത്തിനൊന്നും വ്യത്യാസമില്ല. ആള് മാറി, രാജഭരണം ജനാധിപത്യമായി എന്ന ഒരു പ്രതീതിയേ ഉള്ളൂ. പക്ഷേ കാര്യങ്ങൾക്കൊന്നും മൊണാർക്കി എന്തായി മാറി? ഡെമോക്രസിയായി മാറി. അത് ഓർക്കട്ടെ. അപ്പോൾ യഹൂദന്മാർക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ് റോമൻ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്ന വിഷയത്തിൽ. അവർ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രാജ്യവും ഞങ്ങളുടെ രാജാവും ഞങ്ങളുടെ സമ്പദ് വ്യവസ്ഥയും ആവശ്യമാണ്. അതിനിടയിൽ റോമിന് ടാക്സ് കൊടുത്ത് ഞങ്ങൾ മുടിയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം ഞങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസയുടെ ടാക്സ് ഒന്നുപോലും നഷ്ടപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതിന് വിപരീതമായി അവരുടെ ഇടയിൽ നിന്നുള്ള ആളുകളെ തന്നെ എന്തു ചെയ്തു? ഈ ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി റോമൻ ഗവൺമെന്റ് നിയോഗിച്ചു. സർക്കാർ ജോലിയല്ലേ, കിട്ടിയാൽ ആരെങ്കിലും വിടുമോ? സംഗതി സ്വന്തം ആളുകളെ പിടിയുന്ന കേസാണെങ്കിലും സർക്കാരിൽ നിന്ന് ശമ്പളം കിട്ടുക എന്ന് വിചാരിച്ച് നമ്മുടെ ഈ സക്കായി എന്ന് പറയുന്ന സഹോദരനും ആ ഉത്തരവാദിത്വമൊക്കെ ഭംഗിയായിട്ട് ചെയ്തു പോവുകയാണ്. സർക്കാർ നിയോഗിച്ച ഈ വ്യക്തി സർക്കാരിന്റെ അനുസരണം എന്ത് ചെയ്യുന്നുണ്ട്? പൈസ പിരിക്കുന്നുണ്ട്. അതോടൊപ്പം തൻ്റെ ഇഷ്ടത്തിന് കൂടുതലും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ കയ്യിൽ നിന്ന് പിഴിഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ആവശ്യത്തിനും അനാവശ്യത്തിനും ഈ യഹൂദന്മാരെ ബുദ്ധിമുട്ടിക്കുന്ന നിലയിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? യഹൂദന്മാരെ പിഴിഞ്ഞെടുക്കുക. അതുകൊണ്ട് തന്നെ യഹൂദന്മാർക്ക് ഈ ടാക്സ് പിരിക്കുന്ന ടാക്സ് കളക്ടേഴ്സിനെ അല്ലെങ്കിൽ ചുങ്കക്കാരെ യഹൂദന്മാർക്ക് അവരുടെ ഇടയിലുള്ള ആളുകളെ തന്നെ പക്ഷെ അവരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. പലപ്പോഴും ഇവരെ ഉപമിക്കുന്നത് എന്തെന്നറിയാമോ? ചുങ്കക്കാരും പാപികളുമായ, അല്ലെ? പലപ്പോഴും പറയുന്നത് യേശു ചുങ്കക്കാരോടും പാപികളോടും കൂടെയാ എന്ന് പറഞ്ഞാൽ പാപികളെ എത്ര അവഗണിക്കപ്പെട്ടവരായി യഹൂദൻ കാണുന്നുവോ അതിനോട് തുല്യരായി തന്നെയാണ് ആരെയും കാണുന്നത്. യെസ്, നിങ്ങൾക്ക് പിടികിട്ടി. മറ്റൊരിടത്ത് പറയുക ചുങ്കക്കാരും വേശ്യകളോടും കൂടെയാ യേശു എന്ന് പറയുന്നു. അപ്പോൾ ആ ഗ്രൂപ്പിനോട് കൂടെയാണ് ഇവരെയും എന്ത് ചെയ്തിരിക്കുന്നത്? കൺസിഡർ ചെയ്ത് പരിഗണിച്ചിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു അവഗണിക്കപ്പെട്ട ഗ്രൂപ്പാണ്. പക്ഷേ സക്കായിയെ നോക്കിയേ, അതിന്റെ 2ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, അവൻ ചുങ്കക്കാരിൽ സ്തോത്രം ധനവാനുമായ വ്യക്തി, കേട്ടോ, സ്തോത്രം എന്ന് പറഞ്ഞാൽ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ. ധനമുണ്ട്, സമ്പൽ സമൃദ്ധിയുണ്ട്, നല്ല വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അർഹിക്കുന്നതും അർഹിക്കപ്പെടാത്തതുമായ ധനസമൃദ്ധി തനിക്കുണ്ട്. എല്ലാ നേട്ടത്തിലും മറ്റുള്ളവരെക്കാൾ മുൻപന്തി നിൽക്കുന്ന സക്കായി തന്റെ ഹൃദയത്തിനകത്ത് നാം ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് ഒരു വലിയ ഭാരം തന്റെ ഹൃദയത്തിനകത്തുണ്ട്. കാരണം എന്തെന്നറിയാമോ? തനിക്ക് മനസ്സോടെ മനസ്സല്ലാതെയൊക്കെ അറിയാം താൻ തട്ടിച്ചും വേടിച്ചും ജനത്തെ മുടിപ്പിച്ചും താൻ വലിയ സമൃദ്ധിയുള്ളവനും ധനവാനുമായി തീർന്നിരിക്കുക. പക്ഷേ എവിടെയൊക്കെയോ മനസ്സിനകത്തൊരു കുത്തലുണ്ട്. ഇതിനകത്ത് നിന്ന് എന്തു ചെയ്യണം? ഊരി പോരണം. ഇന്ന് ഒത്തിരി ജനത്തിന് ആഗ്രഹം ഉണ്ടെന്നേ. ആമേ, സ്തോത്രം. തങ്ങൾ ചെയ്തു കൊണ്ടുവരുന്നതായ ഈ അനുഭവത്തിൽ നിന്ന് ഊരിപ്പോരുവാൻ, ഒരു പക്ഷേ മദ്യപാനത്തിനകത്തു നിന്നായിരിക്കാം, ഒരു പക്ഷേ മയക്കുമരുന്നിന്റെ പ്രതിസന്ധിയിൽ നിന്നായിരിക്കാം, ഒരു പക്ഷേ കുടുംബ സമാധാനം നഷ്ടപ്പെടുന്ന അനുഭവത്തിൽ നിന്നായിരിക്കാം, തങ്ങൾ ചെയ്തു കൂട്ടുന്ന പാപത്തിൽ നിന്നായിരിക്കാം, തങ്ങൾ ആചരിച്ചു വരുന്ന ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നായിരിക്കാം ഊരിപ്പോരുവാൻ താല്പര്യമുണ്ട്. പക്ഷേ എത്രത്തോളം ഊരിപ്പോരുവാൻ പരിശ്രമം നടത്തുന്നുവോ അത്രത്തോളം അതിൻ്റെ ഹസ്തങ്ങൾ അവരെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കണമേ, ഒരിക്കൽ യേശു ഒരു ഉപമ പറയുകയാണ്. ഒരു പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിപ്പാൻ വന്നു. വായിച്ചിട്ടില്ലേ? വായിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ പരീശൻ പറയുകയാണ്, ഞാൻ സകലത്തിനും പ്രാധാന്യം കൊടുക്കുന്നു, ദൈവം പറയുന്ന കൽപ്പനകളൊക്കെ അക്ഷരം പ്രതി അനുഷ്ഠിക്കുന്നു. പക്ഷേ ഈ നിൽക്കുന്ന അവനിട്ട് അടുത്ത് നിൽക്കുന്നവന് ഒരു കുത്ത്. കാരണം അവൻ ചുങ്കക്കാരനാ, അവൻ അവഗണിക്കപ്പെട്ടവനാ, സമൂഹത്തിലെ ഏറ്റവും ഏറ്റവും താഴ്ത്തപ്പെട്ടവനാണ്, അല്ലേ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവനാ. അപ്പോൾ അവനെ ചേച്ചി പറയുക, കണ്ടോ, ഞാൻ ഇവരെ പോലെയൊന്നുമല്ല, ഞാൻ ഇവനേക്കാൾ മികച്ചു നിൽക്കുന്നവനാ എന്ന് പറഞ്ഞാൽ ചുങ്കക്കാരൻ എവിടെ പോയിട്ടുണ്ടെന്നാ യേശു പറഞ്ഞത്? കൂടെ വന്നാട്ടെ പള്ളിയിൽ. ഹലോ, ചുങ്കക്കാരൻ എവിടെ പോയെന്നാ യേശു പറഞ്ഞത്? ആലയത്തിൽ പ്രാർത്ഥിപ്പാൻ പോയെന്ന്. അപ്പൊ ചുങ്കക്കാരനെ ജനം അവഗണിച്ചാലും അവൻ എവിടെ പോകുന്നുണ്ട്? ഞാൻ ഇത്രയും പറയാനാണ് നിങ്ങളോട് പറഞ്ഞത്. അവൻ ആലയത്തിനകത്ത് പോകുന്നുണ്ട്, കേട്ടോ. അപ്പൊ ചുങ്കക്കാരൻ ആലയത്തിനകത്ത് പ്രാർത്ഥിപ്പാൻ പോയെന്ന് യേശുവിന്റെ ഭാഷയിൽ യേശു പറയുമ്പോൾ
അവൻ ഇവന്റെ ഹൃദയത്തിനകത്തുണ്ട്. ഈ ചുങ്കക്കാരൻ പ്രാർത്ഥിക്കാൻ പോയത് എന്തിനായിരിക്കാം? തങ്ങളുടെ പാപത്തിന് അല്ലേ? അവൻ പറഞ്ഞ എന്താണ്? അവന്റെ പ്രാർത്ഥന എന്തായിരുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം. ആരെങ്കിലും എടുത്തൊന്ന് വായിച്ചേ. ആ രണ്ടു വട്ടമൊക്കെ ഉപവസിക്കുന്നു, പാതാരം കൊടുക്കുന്നു. സകല കാര്യത്തിലും ഞാൻ എന്താണ്? കറക്റ്റാ, ഞാൻ പെർഫെക്റ്റ് ആണ്. കാരണം എന്താണ്? പള്ളിയെ പോകുന്നുണ്ട്, നോവേനയ്ക്ക് പോകുന്നുണ്ട്, കുദാശ ചെയ്യുന്നുണ്ട്, ചാത്തം ഉണ്ണുന്നുണ്ട്, ചാത്തത്തിന് പോകുന്നുണ്ട്, പെരുന്നാളിന് പോകുന്നുണ്ട്, തിരി കത്തിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയായിരുന്നു 18 വയസ്സ് വരെ. നോവേനയ്ക്ക് പോകുമായിരുന്നു, അമ്പ് പെരുന്നാൾ ചുമക്കുമായിരുന്നു, അമ്പ് ചുമക്കുമായിരുന്നു. കേരള കത്തോലിക്ക യൂത്ത് മൂവ്മെന്റിന്റെ തൃശ്ശൂർ ജില്ലയുടെ പ്രൊമോഷണൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ. പള്ളിയിൽ അച്ഛനാകാമെന്ന്, റോമിൽ വിട്ട് പഠിപ്പിക്കാമെന്ന് ബിഷപ്പ് ജോസഫ് കുണ്ടുകുളം ഞങ്ങളോട് പറഞ്ഞത്. റോമിൽ വിട്ട്, നിന്നെ ഞാൻ ഇവിടെയല്ല, റോമിൽ വിട്ട് വെച്ച് പഠിപ്പിക്കും. സ്തോത്രം. അപ്പോൾ സകലതിലും ടണാഠൺ എന്താണ്? അത് ഹിന്ദി വേട. 100ൽ 100 ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവനായി, സ്വയം നീതീകരിക്കപ്പെട്ടവനായ പരീശനോട് തുല്യനായിരുന്നു ഞാനും നമ്മൾ ഓരോരുത്തരും. പക്ഷേ മറ്റവൻ എന്താ പറഞ്ഞത്? വായിച്ചാട്ടെ. ചുങ്കക്കാരനോ, വായിച്ചാട്ടെ. ദൂരത്ത് നിന്നുകൊണ്ട്, അടുത്ത് നിന്നുകൊണ്ടല്ല കേട്ടോ, ദൂരത്ത് നിന്നുകൊണ്ട് പറയുകയാണ്, സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും യോഗ്യനല്ലെന്ന് അവന്റെ മനസ്സ് പറയുന്നുണ്ട്. ഇടം കൈ കൊണ്ട് വേടിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ പള്ളു കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ദോഷം കേൾക്കുന്നുണ്ട്. പക്ഷെ അവൻ പറയുക, സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്. കേട്ടോ, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുവൻ സ്വയം നീതീകരിച്ചപ്പോൾ മറ്റുള്ളവൻ സ്വയം നീതീകരിക്കുകയല്ല, സ്വയം താഴ്ത്തുകയാണ്. ഈ പകൽ യേശു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ ആരുടെ പ്രാർത്ഥനയാ സ്വർഗം ശ്രദ്ധിച്ചത്? നമുക്ക് കണ്ണടച്ച് പറയാൻ കഴിയും. പരീശന്റെ പ്രാർത്ഥനയല്ല, അധികം കൊടുത്തവന്റെ പ്രാർത്ഥനയല്ല, അധികം ഉപവസിച്ചവന്റെ പ്രാർത്ഥനയല്ല, പിന്നെയോ അധികം ദൈവ ആലയത്തിന് വേണ്ടി കൊടുത്തവനോ നിന്നവന്റെ പ്രാർത്ഥനയല്ല ദൈവം കേട്ടത്. പിന്നെയോ മാറത്തടിച്ചുകൊണ്ട് ഞാൻ യോഗ്യനില്ലെന്ന് പറഞ്ഞവന്റെ പ്രാർത്ഥനയാ ഈ പകൽ സ്വർഗം കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പകൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പക്ഷേ നീ എന്ന് ഉള്ളം നീ തകരുന്നുവോ എന്ന് നിന്നെ തന്നെ ഞാൻ യോഗ്യതയുള്ളവളല്ല, യോഗ്യത ഉള്ളവനല്ലെന്ന് സ്വയം സമർപ്പിക്കുമോ? അപ്പോൾ ആ സ്വർഗം പ്രാർത്ഥന കേൾക്കുന്നു. കേട്ടോ, ഇത് സത്യത്തിൽ ഇവരൊന്നും സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരാ, ചുങ്കക്കാര്. പക്ഷെ ദൈവസന്നിധിയിൽ പോകുമ്പോ കേട്ടോ, ഇവന്റെയൊക്കെ സ്വഭാവം കണ്ടില്ലേ? പരസ്യം ചിന്തിക്കുക, കണ്ടോ സംഗതി നമ്മളൊക്കെ ഇവനെ അവഗണിച്ച് കാലുകൊണ്ട് തട്ടിക്കളയുന്നവനെ. പക്ഷെ ഈ പാർട്ടിയാണ് എന്ത് ചെയ്യുന്നത്? മുന്നേ കയറി ഗോളടിക്കുന്നത്. നമ്മളൊക്കെ പറയാറില്ലേ, മുമ്പന്മാരൊക്കെ എന്ത് ചെയ്യും? പിമ്പന്മാർ സ്വർഗരാജ്യത്തിൽ പോകുമ്പോൾ ഇവിടെയൊക്കെ ആള് കളിച്ചവനും കാള കളിച്ച് നടന്നവനൊക്കെ അവിടെ എന്ത് ചൊല്ലും? എന്തുണ്ടാകും? പടിക്കകത്ത് കയറുകയില്ല. പക്ഷേ ഇവിടെ പലരും അവഗണിച്ചുകൊണ്ട് സ്തോത്രം കൂട്ടത്തിൽ കൂട്ടാൻ കഴിയില്ലെന്ന് പറയുന്ന ചില പ്രിയപ്പെട്ടവരൊക്കെ അവിടെ വെളിപ്പെടും. കേട്ടോ, കാരണം എന്തെന്നറിയാമോ? ഉള്ളം ദൈവസ്ഥനിൽ തകർന്നവന് കാണുന്ന ഒരു ദൈവമുണ്ട്. ഈ പകൽ പുറം പോച്ചല്ല, നിന്റെ അകമേ തകർന്നു കഴിഞ്ഞാൽ നിന്റെ അകത്തെ പ്രതിസന്ധി അറിയുന്ന ദൈവം, നിന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങൾ അറിയുന്ന ദൈവം, നിന്റെ ഹൃദയത്തെ തൂക്കി നോക്കുന്ന ദൈവം, നിന്റെ കുറവിനെ അറിയുന്ന ദൈവം പറയുക, ഞാൻ നിന്റെ ഉള്ളത്തെ നന്നായി അറിയുന്ന ദൈവമാ. സ്തോത്രം. ഈ ചുങ്കക്കാരനിലേക്ക് മടങ്ങി വരാം. അപ്പോൾ അവൻ റിച്ച് ആയിരുന്നു, അറിച്ച് എന്താണ്? അവന് ചീഫും കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ചുങ്കക്കാരി പ്രമാണിയും ധനവാനും കൂടെയായിരുന്നു. 3-ാമത്തെ വാക്യം, യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. അവിടെ നിൽക്കട്ടെ. സ്തോത്രം. 1 by 1 ആയിട്ട് പറഞ്ഞു പോകാൻ സമയമില്ല, സമയത്തിനകത്ത് തന്നെ ഞാൻ നിർത്തിക്കോളാം. അപ്പോൾ എവരിത്തിങ് is there with him, അല്ലേ? അഫോർഡബിൾ ആയിട്ടുള്ള, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിൽ നിൽക്കുക ഈ ചുങ്കക്കാരൻ. പക്ഷേ ഇവന് വല്ല ആവശ്യമുണ്ടോ?
മറ്റുള്ളവരുടെ പള്ളെല്ലാം കേട്ട് മറ്റുള്ളവരുടെ ചീത്തയും മറ്റും കേട്ടേച്ച് അവിടെ മുമ്പിൽ പോയി നിൽക്കുവാൻ. പക്ഷേ ഇവൻ എന്ത് ചെയ്തു? ഒരു പരിശ്രമം നടത്തുകയാണ്. ആമേൻ, ഹല്ലേലൂയ. തനിക്കറിയാം 10 പേരുടെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയൊന്നും സമൂഹത്തിനകത്ത് ഈ ചുങ്കക്കാരനില്ലെന്ന് ഈ പ്രമാണിക്ക് അറിയാവുന്നത് കൊണ്ട് ആമേൻ ഇവൻ എന്ത് ചെയ്തു? ഏതായാലും മനുഷ്യരുടെ മുമ്പിൽ എനിക്ക് യോഗ്യതയില്ല, എങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് യോഗ്യതയുണ്ടോ എന്ന് അറിയണം. ഈ പകൽ ആമേൻ അറിഞ്ഞതുകൊണ്ട് മാത്രമായില്ല പ്രിയപ്പെട്ടവരെ, ശ്രമിച്ചു കൊള്ളണം. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം എന്തെന്നറിയാമോ? യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണാൻ അവൻ ശ്രമിച്ചു. ഈ പകൽ ആമേൻ ഹല്ലേലൂയ, യഥാർത്ഥമായി യേശു എങ്ങനെയുള്ളവൻ എന്ന് നീ അറിയുവാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് നിന്റെ ബുദ്ധി പറയുന്നത് ആമേൻ ഹല്ലേലൂയ ഇത് കുറച്ചു പേരുടെ മാത്രം ഒരു മാർഗമാ, ഇതൊരു നേരം പോക്കിന്റെ മാർഗമാ, ഇതൊരു ടൈം പാസിന്റെ മാർഗമാ. ആമേൻ ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ആമേൻ ഹല്ലേലൂയ കുറച്ച് ഉച്ചത്തിൽ കൈയടിച്ചതോ ഉച്ചത്തിൽ ബഹളം വെച്ചതോ ആമേൻ ഹല്ലേലൂയ പരിഹാസപ്പെട്ട ഒരു മാർഗമാണ് നിന്റെ മനസ്സ് പറയുമ്പോൾ ആമേൻ അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? നീ യേശുവിനെ അറിയേണ്ട നിലയിൽ അറിഞ്ഞിട്ടില്ല. ആമേൻ ഹല്ലേലൂയ. നീ യേശുവിനെ അറിയേണ്ട നിലയിൽ അറിയാൻ പരിശ്രമം നടത്തിയിട്ടില്ല. ഇന്ന് പലരും കൈയടിക്കുന്ന പലരും എന്ത് ചെയ്തിട്ടില്ല? യേശുവിനെ അറിയേണ്ട നിലയിൽ അറിഞ്ഞിട്ടില്ല അല്ലേ? നിങ്ങൾ കമോൺ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണമേ. ഈ ചുങ്കക്കാരൻ എവിടെ പോകുന്നവനാ? ഇവന്റെ ഗ്രൂപ്പ് പള്ളിയിൽ പോകുന്നവരാണെന്ന് നാം മുന്നേ പറഞ്ഞു. ഈ പള്ളിയിൽ പോകുന്നവരോടാ കർത്താവ് പറഞ്ഞത്, 10ാമത്തെ വാക്യം പറഞ്ഞു നിർത്തിയത്, കാണാതെ പോയതിന് ഞാൻ എന്ത് ചെയ്തു? തേടി വന്നത്. കേട്ടോ, പള്ളിക്ക് പുറത്ത് പോകുന്നവരോടല്ല ആത്മീക ദൂത് ഇന്ന് പകൽ കടന്നു വരുന്നത്. ആമേ പള്ളിക്കകത്ത് ആമേ പ്രാർത്ഥിപ്പാൻ നിൽക്കുന്ന ചുങ്കക്കാരനോ കണ്ടുകൊണ്ട് യേശു ഈ വായിച്ച അധ്യായത്തിന്റെ 10 കടന്നു വരുമ്പോൾ പറയുകയാണ്, ആമേ നിന്റെ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. ആമേ സ്തോത്രം. എന്താ ഉദ്ദേശിച്ചെന്നറിയാമോ? ആമേ കൈയടിക്കുന്നവരുടെ കൂട്ടത്തില, പാട്ടുപാടുന്നവരുടെ കൂട്ടത്തില, വെള്ള ധരിക്കുന്നവരുടെ കൂട്ടത്തില, മീശ പഠിച്ചവന്റെ കൂട്ടത്തില, ആമേ സ്തോത്ര തമ്പേരടിക്കുന്നവന്റെ കൂട്ടത്തില, ഗ്ലോറി പറയുന്നവന്റെ കൂട്ടത്തില. പക്ഷെ സ്വർഗം പറഞ്ഞു, ഇന്നുവരെയും നീ എന്നെ അറിയാൻ പരിശ്രമിച്ചിട്ടില്ല. സ്തോത്രം. ഇന്ന് വരെ നീ എന്നെ അറിയാൻ കൂട്ടത്തിലൊക്കെ പോക്കേയുള്ളൂ. ആമേ സ്തോത്രം. കൂട്ടത്തിൽ പോയത് കൊണ്ടൊന്നും സ്വർഗത്തിലെത്തുകയില്ല. വീണ്ടും ജനിച്ചവന്റെ വീട്ടിൽ ജനിച്ചത് കൊണ്ട് നീ വീണ്ടും ജനിക്കുകയില്ലെന്ന് മനസ്സിലായോ? വീണ്ടും ജനിച്ച അപ്പന്റെയും അമ്മയുടെയും മക്കളായി ജനിച്ചത് കൊണ്ട് നിങ്ങൾ വീണ്ടും ജനിക്കണമെന്നില്ല, സ്വർഗത്തിൽ പോകണമെന്നില്ല. കാരണം രക്ഷ കുടുംബമായിട്ട് ദൈവം തരുകയല്ല, രക്ഷ വ്യക്തിപരമാ. ആമേൻ. സാൽവേഷൻ ഈസ് എൻ ഇൻഡിവിജ്വൽ അല്ലേ? സാൽവേഷൻ എന്താണ്? ഇൻഡിവിജ്വൽ ആണ്. ആമേൻ ഹല്ലേലൂയ. നിങ്ങളാണ് അത് ചൂസ് ചെയ്യേണ്ടത്. ആമേൻ സ്തോത്രം. ഇവിടെ ആമേൻ ഹല്ലേലൂയ സർവ്വസമ്പത്തുണ്ടെങ്കിലും എല്ലാം ഉണ്ടെങ്കിലും ഇതുവരെയും യേശുവിനെ അറിയാത്ത, ആലയത്തിനകത്ത് പോയിട്ട് ആശ്വാസം പ്രാപിക്കാത്ത ഒരുവൻ യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന് യേശുവിനെ കാണുവാൻ പരിശ്രമിക്കുക. എൻ്റെ കുഞ്ഞ് ആമേൻ ഹല്ലേലൂയ ചെറിയ ആയുസ്സിൽ യേശുവിനെ അറിയുവാൻ പരിശ്രമിച്ചു കൊള്ളണം. യേശുവിനെ അറിയുവാൻ പരിശ്രമിച്ചു കൊള്ളണം. കുഞ്ഞ് യേശുവിനെ അറിയാൻ പരിശ്രമിച്ചു കൊള്ളണം. എത്ര കുഞ്ഞുങ്ങൾ യേശുവിനെ അറിയാൻ പരിശ്രമിച്ചിട്ടുണ്ട് ഇതുവരെ? ഇവിടെ 1 2 3 പാസ്റ്റർ നോക്കുന്നതുകൊണ്ടാണോ കൈ ഇങ്ങനെ 1 by 1 ആയിട്ട് പൊങ്ങുന്നേ? അല്ല, എവരിബഡി. എനിക്കറിയാം നിങ്ങളൊക്കെ നല്ല കുഞ്ഞുങ്ങളാണ്, നിങ്ങളെല്ലാം പരിശ്രമം നടത്തുന്നുണ്ട് കേട്ടോ. സൺഡേ വരുമ്പോൾ മാത്രം നടത്തുന്ന പരിശ്രമമല്ല. ആമേൻ ഹല്ലേലൂയ. ബാക്കി 6 ദിവസമുണ്ട്. ഈ 6 ദിവസം കുഞ്ഞെ ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് ഭവനത്തിനകത്തിരിക്കുമ്പോൾ, കുടുംബ പ്രാർത്ഥനയ്ക്ക് ആമേ സ്തോത്രം, നിങ്ങൾ യേശുവിനെ പറ്റി അപ്പോഴൊക്കെ അവസരം കിട്ടുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. വേദപുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പപ്പായോടോ മമ്മയോടോ അല്ലെങ്കിൽ സഹോദരങ്ങളോടൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം ഇതിൻ്റെ വിഷയം എന്താ. ഇനി അത് മനസ്സിലാക്കി വരുമ്പോൾ പാസ്റ്റർ ഉണ്ടല്ലോ, ചോദിച്ചോണം. ആമേൻ ഹല്ലേലൂയ. നമുക്ക് കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാമെന്ന് ഇവിടെ ഈ ഭക്തൻ പറയുന്നു. അവൻ ശ്രമിച്ചു, വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. അവന്റെ ആ നിസ്സഹായ അവസ്ഥ അവിടെ എഴുതിയിരിക്കുക. വളർച്ചയിൽ കുറിയവനാ. സകല സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ എന്തില്ല? അവന് വളർച്ച ഇല്ലെന്ന്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് ശാരീരികമായൊരു ഡിസബിലിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. വളർച്ച ഇല്ല എന്നുള്ള കാര്യം അതവിടെ നിൽക്കട്ടെ. പക്ഷേ താൻ അവിടെ കൊണ്ട് നിർത്തിയില്ല. സെക്കൻഡ് തിങ് എന്താണ്? പുരുഷാരം തനിക്ക് ചുറ്റുമുണ്ട്. ഈ പുരുഷാര നിമിത്തം യേശുവിനെ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എന്തായന്? ഏതായാലും ഞാനൊന്നും ഇതിന് യോഗ്യനല്ല, ഞാൻ അങ്ങ് തിരിച്ചു പോവുക അല്ലേ? നമ്മൾ യേശുവിനെ, നമ്മൾ എത്ര പ്രാർത്ഥന വിഷയങ്ങളുമായിട്ടാണ് ദൈവസന്നിധിയിൽ കടന്നു വരുന്നത്? എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. എത്ര പ്രാർത്ഥന നാം ഉത്തരം കിട്ടുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്?
ഇല്ലെന്ന് മനസ്സ് മരവിപ്പിക്കുമ്പോൾ നാം വിട്ടുപോകാറുണ്ട് അല്ലേ? സ്തോത്രം. എല്ലാം പ്രശ്നവും പ്രതികൂലം കടന്നു വരുമ്പോൾ നാം പ്രാർത്ഥന എന്ത് ചെയ്യുന്നു? പ്രാർത്ഥന നാം വിട്ടേച്ചു പോവുക. അതെ, ഒരു പ്രാവശ്യം പരിശ്രമിച്ചു, 2 പ്രാവശ്യം പരിശ്രമിച്ചു. പക്ഷേ കർത്താവിന്റെ വചനം പറയുന്നത് എന്താ പറയുക? ലൂക്കോസ് 18 തന്നെ നാം വായിക്കുന്നുണ്ടല്ലോ, മടുത്തു പോകാതിരിക്കുന്നതിന് അവൻ ഒരു ഉപമ പറഞ്ഞു അല്ലേ? മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നതിന് അല്ലേ? മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നതിന് യേശു ക്രിസ്തു എന്ത് ചെയ്തു? ഒരു ഉപമ പ്രസ്താവിച്ചു. അത് നമുക്ക് ആ ഉപമയിലൂടെ നാം പോകണ്ട, നമ്മുടെ വിഷയം അതൊന്നുമല്ല. സ്തോത്രം. ഈ 19 കടന്നു വന്നേ. ആമേൻ. കാഴ്ചയിൽ ആമേൻ കുറിയവനാകൊണ്ട് ആമേൻ സ്തോത്രം പുരുഷാര നിമിത്തം 2 ഒബ്സ്റ്റാക്കിളാണ് തൻ്റെ മുമ്പിൽ, 2 തടസ്സങ്ങളാണ്. ഒന്ന് തൻ്റെതായ തടസ്സങ്ങളാണ്, മറ്റത് മറ്റവരുടെ തടസ്സങ്ങളാണ് അല്ലേ? സ്തോത്രം. ഒന്ന് തൻ്റെ തടസ്സമാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം പരിശ്രമിച്ചിട്ട് നടക്കാത്തതിൻ്റെ പുറകിൽ പല തടസ്സങ്ങളുണ്ട്. നാം അത് ഈ ദിവസങ്ങൾ ഗ്രഹിപ്പാനിടയാകണം. ഇന്നലെ ഒരു ബ്രദറിനെ ഞാൻ വിളിപ്പാനിട്ടിടയായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, ഞങ്ങളുടെ സഭ വളരെ ചെറിയ സഭ, വിരലിലെണ്ണാവുന്ന ആളുകളേ ഉള്ളൂ. സ്തോത്രം. ഞാൻ പറഞ്ഞു, നല്ല കാര്യമാണ്. സ്തോത്രം. വിരലിലെണ്ണാവുന്നതാണെങ്കിൽ കൂടുതൽ ആത്മസ്നേഹം കാണുമല്ലോ അല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങളുടെ പാസ്റ്റർ ഉണ്ടല്ലോ, സ്തോത്രം, അദ്ദേഹത്തിൻ്റെ മകൾ കുടുംബമായിട്ട് അമേരിക്കയിലാണ്. സ്തോത്രം. അദ്ദേഹം തൃശ്ശൂർത്തെ ഏറ്റവും സമ്പന്നമായ കുടുംബത്തിലെ ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമാണ്. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ട്, ബിസിനസ് എല്ലാം നഷ്ടപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ കർത്താവിൻ്റെ വചനം, കൂടുതൽ സമയം കർത്താവിൻ്റെ വചനം വായിക്കുകയും ആ വചനം, തനിക്ക് കിട്ടുന്ന വചനം, ഞാൻ ബൈബിൾ കോളേജിലൊന്നും പഠിക്കുകയോ സെമിനാർ എന്നെ പോലൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ. അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ആ വചനം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് ഞാൻ കുറച്ച് പേർക്ക് എന്ത് ചെയ്യും? അത് മാത്രമേ പറയുകയുള്ളൂ. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ആ വചനം നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ സ്തോത്രം, അത് അതുപോലെ എന്ത് ചെയ്യും? സംഭവിക്കുമോ? ഒരിക്കൽ രാജസ്ഥാനിൽ 2002 ഞങ്ങൾ മിനിസ്റ്ററുള്ള ബന്ധത്തിൽ ബീൽ ട്രൈബ്സിൻ്റെ ഇടയിലായിരിക്കുമ്പോൾ അവിടെ ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, എരുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഈ എരുമ എന്ത് ചെയ്യുന്നില്ല? കുറെ നാളുകളായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല. എന്ത് ചെയ്യുന്നില്ല? ഭക്ഷണം കഴിക്കുന്നില്ല. പ്രാർത്ഥിച്ചോണം കേട്ടോ. പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുമ്പോൾ ഒക്കെ കയറി അങ്ങ് പ്രാർത്ഥിച്ചോണം. സ്തോത്രം. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു, എവിടെയാണ്? അപ്പോൾ ഈ ഗ്രാമത്തിൽ. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തോടൊപ്പം നടക്കാൻ തുടങ്ങി. നടന്ന് ഗ്രാമത്തിലെത്തി എരുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം. എൻ്റെ ആദ്യത്തെ മൃഗത്തിന് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ്. സ്തോത്രം. 2002 അങ്ങനെ രാജസ്ഥാനിലെ ബീലി ട്രൈബ്സിൻ്റെ ഇടയിൽ എരുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ പൊന്നു പ്രിയപ്പെട്ട ഒരു എരുമ ഭക്ഷണം എടുക്കാനിടയായി. സ്തോത്രം. കുറേ നാളുകളായിട്ട് ഇവർ പല മരുന്നും ചെയ്തിട്ട് എരുമ എന്ത് ചെയ്യുന്നില്ല? ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ എരുമ ഭക്ഷണം എടുത്തു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഫെയ്ത്ത് വർക്കൗട്ട് ചെയ്യാത്തതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാത്തത് കേട്ടോ. പല തോന്നലുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 8 വർഷം നീണ്ട കഠിനമായ ഒരു രോഗമുണ്ടായിരുന്നു എനിക്ക്. മൈഗ്രെയിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പലർക്കും ഉണ്ട്. ഞാൻ പല ആവർത്തിയോടെ പറഞ്ഞിട്ടുണ്ട്. ആ 8 വർഷമായ രോഗത്തെ ഒരു മരുന്ന് പോലും എടുക്കാതെ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? സൗഖ്യം നൽകി. മരുന്ന് എടുക്കാഞ്ഞിട്ടല്ല, മരുന്നെടുത്തിട്ട് പരാജയമായിരുന്നു. പിന്നെ മരുന്ന് വിട്ടു. അവസാനം ദൈവം സൗഖ്യമാക്കി. ഇതുവരെയും ഒരു തലവേദന എൻ്റെ ഷാജി ബ്രദറെ ദൈവം എന്തോ എൻ്റെ തലേന്ന് എടുത്ത് കളഞ്ഞു. മറ്റത് ഞാൻ ഇത്രത്തോളം എൻ്റെ വിരൽപാദങ്ങൾ എൻ്റെ വായ്ക്കകത്ത് ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇറക്കും ഇവിടം വരെ. അപ്പോൾ ചോദിക്കും, അങ്ങനെയൊക്കെ നടക്കുമോ? പാസ്വത്തിൽ തള്ളി പറയുന്നതല്ലേ, തള്ളുന്നതല്ല. അങ്ങനെയായിരുന്നു ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് തലവേദന വരുമ്പോൾ ഞാൻ കൈയിട്ട് വെച്ച് ഈ കഴിച്ചതെല്ലാം ഇങ്ങനെ ഛർദ്ദിച്ച് കളയുമ്പോൾ എന്തുണ്ടാകും? കുറച്ച് ആശ്വാസം ലഭിക്കും കേട്ടോ. കുറച്ച് ആശ്വാസം ലഭിക്കും. അതും നിങ്ങളോട് എത്ര പേർക്ക് ആ സെൻസിൽ എടുക്കുമെന്ന് അറിയില്ല. ഐബുകോൺ 500+ പെയിൻ കില്ലർ 2 കഴിക്കും. 500, 2 1000. ഇത് അടിച്ചു കഴിയുമ്പോൾ വാഴപ്പിണ്ടി വെട്ടിയിട്ട പോലെ ഇങ്ങനെ വെട്ടി ഞാനിങ്ങനെ കോളേജിൽ വന്ന് ഇങ്ങനെ കിടക്കും. തലേ ദിവസം രാത്രിയിലെ ഭക്ഷണമൊന്നും കഴിക്കുകയില്ല. കോളേജിൽ വന്ന് കിടന്നേ ഓർക്കുള്ളൂ പിറ്റേ ദിവസമാണ് എണീക്കുന്നത്. പ്രൈസ് ഗോഡ്. കുറേ വർഷങ്ങൾ അങ്ങനെയായിരുന്നു. കണ്ണാട് സ്പെക്സ് എന്ന് വെച്ച് നോക്കി. അപ്പോൾ കണ്ണിന് കുഴപ്പമില്ല. സ്തോത്രം. തലവേദന കൂടുമെന്നല്ലാതെ കുറഞ്ഞില്ല. പ്രൈസ് ഗോഡ്. ഇപ്പം ചെറിയ പ്രശ്നം വയസ്സായതിൻ്റെ കണ്ണാടി അത് കേട്ടോ. തലവേദന വന്നുകൊണ്ട് വെച്ചല്ല. പക്ഷെ മൈഗ്രെയിൻ എന്ന് പറയുന്ന സാധനം എത്ര പേർക്കുണ്ട് ഇവിടെ? 1 2 3 4 5 6. യെസ്. പ്രാർത്ഥിക്കാം. ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. കർത്താവേ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവം. ആമേൻ. സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ടവരെ ശാരീരികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന ആ മൈഗ്രെയിൻ എന്നുള്ള വലിയ അസുഖത്തെ കർത്താവേ അവിടുന്ന് സൗഖ്യം നൽകണമേ. നസറാന യേശുവേ, അവിടുന്ന് സൗഖ്യം നൽകുവാൻ കഴിയുന്ന കരമ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളിവിടെ പറയുന്ന, ഞങ്ങളോട് ഉയർത്തി കാണിക്കുന്ന യേശു ആമേൻ മരിച്ച് മണ്ണായി പോയ ഒരു യേശുവല്ല. ആമേൻ. ഇന്നും ഉയർത്തെഴുന്നേറ്റ് ആമേൻ ഇന്നും അനേക ലക്ഷങ്ങളെ തൊട്ടുണർത്തുന്ന, അനേകർക്ക് ആശ്വാസം പകരുന്ന, അനേക രോഗബന്ധങ്ങൾ അടിച്ചു മാറ്റുന്ന, അനവധി പ്രതിസന്ധികൾക്ക് ജനത്തിന് വിടുതൽ കൽപ്പിക്കുന്ന യേശുവിൻ നാമത്തിൽ ആ ഉയർത്തിയ കരങ്ങളെ കർത്താവ് തൊട്ട് സൗഖ്യം നൽകണം യേശുവിൻ നാമത്തിൽ.
എല്ലാ മൈഗ്രീന്റെ അവസ്ഥകൾ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. യേശുനാമത്തിൽ വിട്ടുമാറട്ടെ, യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. കർത്താവ് പ്രകാരം ചെയ്തിരിക്കാൻ സ്തോത്രം. ആമേൻ, സ്തോത്രം. 2000 ശേഷമാണ് എൻ്റെ മാതാവിന് സ്ട്രോക്ക് വന്നിട്ട് ആമേൻ തൃശ്ശൂർ എലൈറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത്. പ്രൈസ് ഗോഡ്. ഒരു സ്ഥലത്തുനിന്ന് ബ്ലീഡിങ്, ഇങ്ങനെ തലയിൽ നിന്ന് ബ്ലീഡിങ് വരിക. പ്രൈസ് ഗോഡ്. ഒരു സമയത്ത് ആ ബ്ലീഡിങ് വന്നത് വൺ സൈഡിൽ അത് ക്ലോട്ടായി. അപ്പോൾ ഒരു സമയം ബ്ലീഡിങ് വൺ സൈഡിൽ ക്ലോട്ടായിക്കൊണ്ടിരിക്കുക. ആമീൻ. ബ്ലീഡിങ് മാത്രമാണെങ്കിൽ അതിൻ്റെ ഒരു പർട്ടിക്കുലർ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡോക്ടേഴ്സ് പറഞ്ഞു, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു. സ്തോത്രം. ഇനി ഒരു സാധ്യതകളൊന്നും മുമ്പിലില്ല. അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഞങ്ങൾ ഉണർന്ന് പ്രാർത്ഥിപ്പാനിടയായി, സഭ ഉണർന്ന് പ്രാർത്ഥിപ്പാനിടയായി. ദൈവം ഒരു അത്ഭുതം ചെയ്തു. സ്തോത്രം. നിങ്ങൾക്കറിയാമല്ലോ, തൃശ്ശൂരിലെ ഏറ്റവും വലിയ പ്രസിദ്ധനായ ഡോക്ടറാണ്, ന്യൂറോ സർജനാണ്. ആമീൻ. ആരാ? ജോറി ഓവറില്ല, അതിനും വേറെ ആളുണ്ട്. എയിംസിലെ ഡോക്ടർ ആരുടെ പേരാണ്? എസ് കെ മേനോൻ. വളരെ ചെറുപ്പക്കാരനാണ്. എയിംസിലെ ഭയങ്കര പേരെടുത്ത് വന്നിട്ടുള്ള ഒരു ഡോക്ടർ എസ് കെ മേനോൻ കേട്ടോ. പോകുന്നതാണ് അദ്ദേഹത്തിന്. ജോർജ് ഊബരായിരുന്നു. ഇപ്പോൾ ജോർജ് ഊബർ മരിച്ചു പോയി അല്ലേ? ഓക്കെ. എസ് കെ മേനോൻ കേട്ടോ. നാളെ പ്രൊമോഷൻ വർക്കല്ല, എസ് കെ മേനോൻ അടുത്ത് പോകാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പോൾ ഈ എസ് കെ മേനോൻ പറഞ്ഞു, ഒരു സാധ്യതകളുമില്ല, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു. പക്ഷെ സ്വർഗത്തിലെ ദൈവം, ആമേൻ, ഹല്ലേലൂയ, വർഷങ്ങളായി എൻ്റെ മാതാവിന് ഇന്നും ജീവനോടെ ഇരിക്കുന്നു. പ്രൈസ് ഗോഡ്. എന്ന് പറയുന്നതിൻ്റെ സാരമെന്ന് അറിയാമോ? ഈ അസാധ്യമായെന്ന് ഞാൻ ചിന്തിച്ചു. 3 ദിവസമേ ഹോസ്പിറ്റലിൽ കിടന്നുള്ളൂ. ഇത്രയും വലിയ പ്രശ്നത്തെ കർത്താവിന് വിടുതൽ കൽപ്പിക്കുക 3 ദിവസം. അല്ലെങ്കിൽ അല്ലാതെ അദ്ദേഹത്തെ പ്രിയപ്പെട്ടവരൊന്നും അങ്ങനെ കിടക്കാൻ ഇട വന്നില്ല. സ്തോത്രം. ദൈവം ഒരു മിറക്കിൾ ചെയ്തു. ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ഇത്ര ആക്രോശിച്ചും ഈ സൗണ്ട്. എനിക്കറിയാം, എൻ്റെ മൈക്കിയോടെ സ്തോത്രം എങ്ങനെയെങ്കിലൊക്കെ വെച്ചങ്ങകത്ത് കയറട്ടെ എന്ന് വെച്ചാൽ ഇത് സത്യമാണെന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുഞ്ഞുനാൾ തുടങ്ങി വർഷം 98 വെച്ച് തുടങ്ങിയ പരിപാടിയാണ്. സ്തോത്രം. ഇന്നുവരെയും ഒരു ദോഷം കർത്താവ് ചെയ്തിട്ടില്ല കേട്ടോ. ഇന്നുവരെയും ഒരു ദോഷം കർത്താവ് ചെയ്തിട്ടില്ല. ആമേൻ. സ്തോത്രം. അവൻ നന്മയല്ലാതെ അവനൊന്നും എനിക്ക് ചെയ്തിട്ടില്ല. ആമേൻ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പോളികാർപ്പിനെ ഒരു കുറ്റിയോട് ചേർത്തടിച്ച്, ആമേൻ, തലയിൽ നിന്ന് ഉച്ചയിൽ മുതൽ മുള്ളങ്കാൽ വരെ നെയ്യ് കോരി ഒടിച്ച്, ആമേൻ, തീപ്പന്തമായി കത്തിക്കാൻ പോകുന്നതിന് മുന്നമേ, ആമേൻ, അവർ ആക്രോശിച്ച് ചോദിച്ചു, ആമേൻ, ഹല്ലേലൂയ, നീ നിന്റെ യേശുവിനെ തള്ളിപ്പറ എന്ന് പറയുമ്പോൾ 83 വയസ്സുകാരനായ പോളികാർപ്പ് എന്ന് പറയുന്ന, ആമേൻ, ഹല്ലേലൂയ, ബിഷപ്പ് പറയുകയാ, 83 വയസ്സ് വരെ ഞാൻ അവനെ സേവിച്ചു, അവൻ എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. ആമേൻ. നിമിഷങ്ങൾക്കകം, ആമേൻ, തീജ്വാലയ്ക്കകത്ത് പോളികാർപ്പ് കത്തി അമരുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ഇന്ന് ലോക ചരിത്രങ്ങളിൽ ഓർക്കുന്ന വിശ്വാസത്തിന് ഒരു നക്ഷത്രമായി നിൽക്കുവാൻ കാരണം ഇന്നും, ആമേൻ, ഈ ക്രിസ്തു ജീവിക്കുന്നത് കൊണ്ടാ. ആമേൻ. സ്തോത്രം. ഒരു പക്ഷേ ഒരു രോഗം മാറാത്തത് കൊണ്ട് യേശുവിനെ തള്ളി പറയല്ലേ. ആമേൻ. ഒരു പ്രതിസന്ധിക്ക് ഉത്തരം കാണാത്തത് കൊണ്ട് ഈ യേശുവിനെ വെറുക്കല്ലേ. അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാ. ഇന്നും ലക്ഷങ്ങൾ അവനെ മാറോട് അണയ്ക്കുന്ന ദൈവമാ. ഇന്നും ഈ സുവിശേഷത്തിന്റെ ശക്തിക്ക്, ഈ വചനത്തിന്റെ ശക്തിക്ക് അനേകരെ തൊടുവാൻ കഴിയും, അനേകരെ സൗഖ്യമാക്കുവാൻ കഴിയും. യേശുവിൻ നാമത്തിൽ. നാലാം വാക്യത്തിന്റെ ഫസ്റ്റ് പാർട്ട് ഒന്ന് വായിച്ചേ. എന്നാറേ മതിയെന്നേ. എന്നാറേ അവൻ മുമ്പോട്ട് ഓടി. നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ? ആമീൻ. അതിൽ പ്രതികൂലങ്ങൾ ഏറി വരുമ്പോഴും, ആമീൻ, ഈ വ്യക്തിത്വം ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയും മുമ്പോട്ട് ഓടി കേട്ടോ. അതെൻ്റെ ഉള്ളത്തിൽ ആഴമായി അറിയുവാനുള്ള ഒരു ആഗ്രഹമാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ കർത്താവിനോടുകൂടെ നടന്നിട്ട് പല വിഷയങ്ങൾക്കും മറുപടി കിട്ടിയില്ലെങ്കിലും നിന്റെ മനസ്സ് ക്ഷീണിക്കുകയല്ല ചെയ്യേണ്ടത്, നീ മുന്നോട്ട് ഓടുകയാ ചെയ്യേണ്ടത് കേട്ടോ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കാരണം യുദ്ധം ചെയ്യുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട്. നിന്റെ പ്രതിസന്ധിയിൽ ഇറങ്ങി വരുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഇപ്രകാരം മനസ്സിലാക്കുകയാ. അതെ, ഒന്നാമത്തെ വാക്യം പറഞ്ഞത്, അവൻ യെരിഹോവിൽ എത്തിയപ്പോൾ, ആമേൻ, ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ യെരിഹോവിൽ എൻ്റെ യേശു എത്തിയത്, ആമേൻ, ഹല്ലേലൂയ, സക്കായിക്ക് വേണ്ടി മാത്രമാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാമോ? ആമേൻ, ഹല്ലേലൂയ, സക്കായിക്ക് ലഭ്യമായ ഒരൊറ്റ അവസരമാ യേശുവിൻ്റെ കാൽപാദം യെരിഹോവിന്റെ മണ്ണിൽ ചവിട്ടിയത്. ആമേൻ. യേശു തൻ്റെ ദേശത്ത് വന്നപ്പോൾ അതിനെ ഒരു അവസരമായി കണ്ടുകൊണ്ട് ആ യേശുവിന് പ്രാപിക്കേണ്ടത് പ്രാപിപ്പാൻ, ആമേൻ, സക്കായി പരിശ്രമിച്ചു. നാളത്തെ ദിവസം നമുക്കുള്ളതല്ല. നോ മോർ
ഗ്യാരണ്ടി. ആമേൻ, ടുമാറോ ഈസ് ഫോർ us. ആമേൻ, നാളത്തെ ദിവസം എനിക്കുള്ളതെന്ന് എനിക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല കുഞ്ഞുങ്ങളെ. ആമേൻ, ഹല്ലേലൂയ. നാളത്തെ അവസരം, നാളെ ഒരു പ്രസംഗമുണ്ടെന്നോ നാളെ ഒരു സഭ ഇവിടെ ഉണ്ടാകുമെന്നോ യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. കാരണം കാഹളം ധ്വനിക്കാം, തന്റെ സഭ എടുക്കപ്പെടാം. നോ മോർ ഗ്യാരണ്ടി ഫോർ ടുമാറോ. നാളത്തേക്ക് ഒരു ഗ്യാരണ്ടിയും വേദപുസ്തകം ഉറപ്പ് നൽകുന്നില്ല. നാം ഇവിടെ കാണുമെന്ന കാര്യത്തിലാണ് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. കാണുമെന്ന കാര്യത്തിൽ എടുക്കുന്ന ശ്വാസം പുറത്തോട് വിടുവാൻ യാതൊരു ഗ്യാരണ്ടിയും നമുക്കില്ല. കാരണം വേദപുസ്തകം പറയുന്നു, ഉറച്ചു നിന്നാൽ നീ ശ്വാസത്തെക്കാൾ ലഘുവായ ഒരു മനുഷ്യനെ, കടന്നു പോകുന്ന നിഴൽ പോലെയാകുന്നു നീ. ഇന്ന് കാണുന്ന പുല്ലിനോട് നമ്മെ ഉപമിക്കുന്നു. അത്ര നിസ്സാരനായിരിക്കുന്ന മനുഷ്യ. വേദപുസ്തകം പറയുകയാണ്, പ്രതിസന്ധികളെ കണ്ട് തളരല്ലേ, നീ മുന്നോട്ടോടിയാൽ മതി. ആമേൻ, മനുഷ്യനെ നോക്കണ്ടെന്നേ, ജനം എന്തു പറയുമെന്ന് നീ ചിന്തിക്കണ്ടെന്നേ. ആമേൻ, ഹല്ലേലൂയ. ഒരു സ്തോത്രം ഉറച്ചു പറഞ്ഞുകൊണ്ട് നഷ്ടമൊന്നുമില്ലെന്ന്. ആമേൻ, ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചതുകൊണ്ട് നഷ്ടമൊന്നുമില്ലെന്ന്. പ്രിയപ്പെട്ടവര്, ഈ ദൈവത്തെ പിൻപറ്റിയതുകൊണ്ട് ഒരു തലമുറയും നശിച്ചു പോയിട്ടില്ലെന്ന്. നന്മയല്ലാതെ അവൻ തിന്മയൊന്നും ചെയ്തിട്ടില്ലെന്ന്. ഒരു മാസത്തോളമായി ആമേൻ എൻ്റെ പെങ്ങളുടെ കുഞ്ഞ് അമൃത ഹോസ്പിറ്റലിൽ കിടക്കുക. ആമേൻ, സ്തോത്രം. ഈ അരയ്ക്ക് കിഴപ്പോട്ട് 2 കാലിലും ബ്ലഡ് ക്ലോട്ടായിട്ട് ആമേൻ, സ്തോത്രം, അവന് കിടക്കുക. ഇന്നലെ രാത്രി 10 മണിക്ക് ഞാൻ അവനെ വിളിച്ചപ്പോൾ അവൻ വീഡിയോ കോളിൽ വന്ന് വെച്ച് പറയുകയാണ്, അങ്കിളേ സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ഇവിടുന്ന് എഴുന്നേറ്റ് അടുത്തുള്ള ചർച്ചകളിലൊന്നും പോകാൻ പറ്റുകയില്ല. കാരണം അവന് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലായി, അത് കുറയ്ക്കാൻ വേണ്ടി പെർസെൻറ്റേജ് ബേസിൽ ഇങ്ങനെ ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുക 2 ദിവസമായി. സ്തോത്രം. അതിൻ്റെ സൈഡ് ഇൻഫെക്റ്റ് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഡോക്ടേഴ്സ് ടീമൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക, എന്തെങ്കിലും ഇവന് സംഭവിക്കുമോ എന്നറിയാൻ വേണ്ടി. അപ്പം ഇത് പ്രകാരം ആ സ്തോത്രം. അപ്പം മോൻ ജോയിൽ അവിടെ ഉണ്ട്. ഞാനോടാ എറൈസില്ല, പെങ്ങളുടെ മകൻ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ ബൈബിൾ, ഞാൻ ക്യാമറ അങ്ങോട്ട് പിടിച്ച ബൈബിൾ വായിക്കുക. കറക്റ്റാണ്, ബൈബിൾ വായിക്കുക. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ലാറ്റ്വിയയിൽ അവൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ഫൈനൽ ഇയർ പഠിക്കുക. സ്തോത്രം. അവിടെ നിന്ന് അവൻ കടന്നു വന്നത്. പ്രൈസ് ഗോഡ്. ഒറ്റ ചർച്ച് വിടുകയില്ല, കഴിഞ്ഞില്ല കേട്ടോ. സ്തോത്രം. അവൻ അവിടെ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കുട്ടിയും കൂടിയാണ്. പ്രൈസ് ഗോഡ്. നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇവിടെ എന്താ പറയുന്നത്, ആന കളിച്ച് നടന്നതെന്നൊക്കെ പറയില്ല നമ്മൾ, അങ്ങനെ നടന്നൊരു കൊച്ചാണ്. പക്ഷെ ദൈവം പേടിച്ച് കഴിഞ്ഞപ്പോൾ ആമേൻ, സ്തോത്രം, അവൻ എന്നോട് ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, അങ്കിളെ സ്തോത്രം, നാളെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ബാംഗ്ലൂരുണ്ട്, അതിൽ ഞാൻ പങ്കെടുക്കും. അവസരം കിട്ടിയാൽ സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, അതിനുള്ളൊരു തയ്യാറെടുപ്പ്. വേദപുസ്തകം നോക്കി മെസ്സേജ് ഉണ്ടാക്കുകയാണ്. സ്തോത്രം. അവൻ ഈ ലോകം കണ്ടവനാ. പ്രൈസ് ഗോഡ്. മിക്കവാറും വിളിക്കുമ്പോൾ ഒക്കെ അവൻ ജർമ്മനിയിലോ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലോ ഒക്കെ അവിടുത്തെ പാസ്പോർട്ടോടൊപ്പം ഇങ്ങനെ ഊരി ചുറ്റുകയാണ്. പ്രൈസ് ഗോഡ് കേട്ടോ. ലോകം കണ്ട കുഞ്ഞ. അല്ലാതെ സ്തോത്രം, അവൻ്റെ കോളേജിൽ തന്നെ അവൻ ടോപ്പിൽ 1. പ്രൈസ് ഗോഡ്. അവൻ്റെ കൂടെ കോളേജിൽ ലാറ്റ്വിയയിലെ റീഖ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയത് കേരളത്തിൽ നിന്ന് ഏകദേശം 40 പേരാണ്. ഇനി 3 പേരുള്ളൂ. ബാക്കി എല്ലാവരും പകുതി വെച്ച് പഠിക്കാൻ പറ്റാതെ സിലബസ് ടഫായതുകൊണ്ട് വിട്ടുപോയി. കാരണം വേൾഡ് റാങ്കിങ്ങിന് അകത്ത് വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് അവിടെ പഠിക്കാന്ന് പറഞ്ഞ നിസ്സാരകാരൊന്നും പഠിക്കാൻ പറ്റിയില്ല. ഇവനെ ഒത്തിരി വലിയ പഠിപ്പിസ്റ്റ് ആയിട്ടൊന്നുമല്ല, പക്ഷേ ദൈവം അവനെ നിർത്തിയതാ. സ്തോത്രം. എനിക്കൊരു ഉറപ്പുണ്ട്, ദൈവം അവനെ നിർത്തിയതാ. ആമേൻ, സ്തോത്രം. കണ്ണുനീരിൻ്റെ മധ്യേ ആമേൻ, സ്വർഗം, പ്രിയപ്പെട്ടവരെ, നിന്നെ നിർത്തുന്ന ദൈവമാ. ആമേൻ, ഹല്ലേലൂയ. തകർച്ചയുടെ വക്കിൽ എന്ന് പോകുമ്പോഴും അവൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല, അവൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. ഒരു വലിയ സാക്ഷ്യം എനിക്ക് പറയുവാനുണ്ട്. ഞാനും എൻ്റെ പെങ്ങളും പഠിപ്പാൻ കഴിയാതെ ആമേൻ തകർക്കപ്പെട്ടവരായി ഭവനത്തിലെ മറ്റ് 32 കൊച്ചുമക്കളുടെ ഇടയിൽ ഞങ്ങൾ 2 പേരും ആമേൻ, ഹല്ലേലൂയ, പഠിപ്പാൻ കഴിയാതെ തകർന്ന് തരിപ്പണമായൊരു ഭവനത്തിൽ നിന്ന് വന്നവരാ. പക്ഷെ ഇന്ന് എൻ്റെ പെങ്ങളും ഞാനും 2 പേരും MBA ഫിനാൻസ് കവർ ചെയ്തവരാണ്. ആമേൻ, സ്തോത്രം. ഹൈ ക്വാളിഫൈഡ് ആണ്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ഒത്തിരി അഹങ്കാരത്തോടെ പറയുകയില്ല. ആമേൻ, തറപ്പറ എഴുതുവാൻ അറിയാതെ തന്നെയും എൻ്റെ പെങ്ങളെയും സ്വർഗത്തിലെ ദൈവം കൊണ്ട് നിർത്താത്ത സ്ഥാനമാനങ്ങളില്ലെങ്കിൽ ആമേൻ, അവളുടെ കുഞ്ഞ് കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞില്ലേ, അവൾ ചൈനയിൽ നിന്ന് MBBS കഴിഞ്ഞ് അവിടെ മൂത്ത മകൾ കടന്നു വന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഈ പുസ്തകം എടുത്തേച്ച് ആമേൻ സ്വന്തമായി കിടക്കാൻ ഒരു വാടക വീട്ടിൽ എൻ്റെ പെങ്ങൾ കിടക്കുന്നത്. പക്ഷെ അവിടെ മകൾ ആമേൻ MBBS കഴിഞ്ഞു വന്നു. ആമേൻ, അവൾ കടന്നു വരിക. അവളുടെ മകൻ്റെ കാര്യമായി 2ാമത് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം ആശ്വാസമായി ചോദിച്ചു, നീ എത്ര നിന്റെ മക്കൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു? ആമേൻ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അവർ കുറേ നാൾ കർത്താവിൻ്റെ വേല ചെയ്തവരാ. അപ്പോൾ അവൾ പറഞ്ഞത്, എൻ്റെ മോൾക്ക് വേണ്ടി ഏകദേശം ഒരു 75 ലക്ഷം രൂപ ഞാൻ ചെലവിട്ടു. എൻ്റെ മകന് ഏകദേശം ഒരു 40 ലക്ഷത്തോളം അവനിപ്പോൾ ഞാൻ സ്പെൻഡ് ചെയ്തിരിക്കുക. 1 കോടിയിലധികം രൂപ. ആമേൻ, മക്കൾ, ആദ്യത്തെ 2 മക്കൾക്ക്, 3ാമത്തെ ഒരുവളുണ്ട്. സ്തോത്രം. അവൾ BSc നഴ്സിംഗിന് പെസ്സിൽ ബാംഗ്ലൂർ പഠിക്കുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്തെന്നറിയാമോ? ആമേൻ, ഹല്ലേലൂയ. ശൂന്യതയെ കണ്ടിറങ്ങിക്കോ. ആമേൻ, കർത്താവ് നിന്നെ വഴി നടത്തും.
ആമേൻ, ഹല്ലേലൂയ. സാമ്പത്തിക അനുഗ്രഹത്തിനേക്കാൾ ഉപരി നിന്നെ നിലനിർത്തുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. സാധ്യതകൾ സക്കായിയുടെ മുമ്പിൽ ഒന്നും കാണുന്നില്ലെങ്കിലും അവൻ മുന്നോട്ടോടുകയാണ്. കാരണം എന്തെന്നറിയാമോ? തൻ്റെ ഹൃദയത്തെ ഭരിക്കുന്ന ഒരു ഭാരം എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കണമെന്ന് തൻ്റെ ഹൃദയത്തിനകത്തൊരു ആഗ്രഹമുണ്ട്. താഴോട്ട് വായിക്കുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, അവൻ യേശുവിനോട് പറയുന്ന കാര്യമുണ്ട്. ഞാൻ അധികമായി എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്താ പറഞ്ഞത്? ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ 8-ാമത്തെ വാക്യം ഇപ്രകാരമാ: ഞാൻ വല്ലതും ചതിവായി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് ഞാൻ മടക്കി കൊടുക്കുന്ന ദൈവമാ. അല്ലെ, മടക്കി കൊടുക്കുന്നു എന്ന് സക്കായി പറയുക. കൺഫെഷനാണ്, മാനസാന്തരമാണ് സക്കായിക്ക് ഉണ്ടായത്. ആമേൻ, ഹല്ലേലൂയ. ഇത് കണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും, ഈ ഭാരം ഇറക്കി വെക്കുവാനാ അവൻ മരത്തിന്റെ മുകളിൽ കയറിയത്. ഈ ഭാരം ഇറക്കി വെക്കാനാ അവൻ ആലയത്തിനകത്ത് പോയത്. ഈ ഭാരം മടക്കി വെക്കാനാ അവൻ പുരുഷാരത്തിന്റെ അടക്കിൽ പോയത്. പക്ഷേ അവിടെയൊന്നും യേശുവിനെ കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശുവിന്റെ കണ്ണ് അവനെ ദർശിച്ചപ്പോൾ യേശു വിളിച്ചു പറഞ്ഞു: സക്കായേ, നീ ഇറങ്ങി വാ, ഈ പകൽ ഞാൻ നിന്നോട് കൂടെ അത്താഴം കഴിക്കും. അമ്മേ, സ്തോത്രം. എത്ര ഉള്ളങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിന്നെ അത്താണിയായവൻ നിന്റെ ഹൃദയത്തെ ഭാരത്തെ ഒന്ന് ഇറക്കി വെക്കുവാൻ, നിന്റെ തകർച്ചയെ ഒന്ന് യേശുവിനോട് വിളിച്ചു പറയുവാൻ. എത്ര ഉള്ളങ്ങൾ ഈ പകൽ തുടിക്കുന്നു. ആ ഉള്ളങ്ങളെ അറിയുന്ന ദൈവം അവൻ നിന്നെ ചാരെ വിളിച്ചുകൊണ്ട് സത്തനാഥല ബൗഡകാര ഘടക ശബ്ദനാഥല ബൗഡകസി അപ്പന ദീർഘകാല ഘടക റീക്കമനവ ശബ്ദനാഥല ബൗഡക അപ്പൽ ദീർഘകാല ഘടക. അല്പസമയം ദൈവത്തെ ആരാധിച്ചാട്ടെ. അവൻ നിന്നെ അനാഥനായി വിടുന്ന ദൈവമല്ല. യേശുവിൻ നാമത്തിൽ വഴിയേതെന്നറിയാതെ, ദിക്കേതെന്നറിയാതെ, എവിടെ നിന്നൊരു നന്മ വരുമെന്നറിയാതെ, എവിടെ നിന്നൊരു വഴി എനിക്ക് വേണ്ടി തുറക്കുമെന്നറിയാതെ ഹൃദയം നീറുന്നുവെങ്കിൽ ഈ ദൈവം നിന്നെ അനാഥയായി വിടുന്ന ദൈവമല്ല. അവൻ നിന്റെ തകർച്ച അറിയുന്നുണ്ട്, ഹൃദയത്തിന്റെ ഭാരത്തെ അറിയുന്നുണ്ട്, നിന്റെ ഉളർച്ചകളെ അറിയുന്നുണ്ട്, നിന്റെ പ്രതിസന്ധിയെ ദൈവം അറിയുന്നുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ആമേൻ, ഹല്ലേലൂയ. ചിലരുടെ ഹൃദയത്തിനകത്തുള്ള ചില ഭാരങ്ങൾ മാറിപ്പോകുക. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഈ പകൽ മാറിപ്പോകട്ടെ. ചില രോഗത്തിന്റെ ബന്ധങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ചില മാനസിക പ്രതിസന്ധികൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. ചില പാപത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. ഇതുവരെയും നടക്കുകയില്ല, സാധിക്കുകയില്ലെന്ന് പറയുന്നതിന് ദൈവ കരങ്ങളെന്ന് പരമേൽപ്പിച്ചാട്ടെ. ഓ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു ദൈവ പ്രവർത്തി ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാ. ആമേൻ. യേശു സക്കായിയോട് പറഞ്ഞത് ഇപ്രകാരമാ. ആമേൻ, ഹല്ലേലൂയ. ഇവനും അബ്രഹാമിന്റെ മകനാ, ഇവനും രക്ഷ ആവശ്യമാ. പ്രിയപ്പെട്ടവരെ, വെറും കൈയോടെ അവൻ നിന്നെ മടക്കി അയക്കുകയില്ല. നിനക്ക് ആവശ്യമുള്ള രക്ഷയെ അവൻ പകത്ത് നൽകുന്ന ദൈവമാ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമാ. നിന്റെ പ്രതിസന്ധിയിൽ നിന്നെ പിടിച്ച് ആമേൻ പുറത്ത് കൊണ്ടുവരുന്ന ദൈവമോ. ഓ, താങ്ക് യു ജീസസ്. യേശുവിന്റെ നാമത്തിൽ മുൻവിധികളെല്ലാം മാറിവച്ചാട്ടെ. ആമേൻ, ഹല്ലേലൂയ. എല്ലാ പ്രജൂഡിയസ് മൈൻഡുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ മുൻവിധികൾ മാറിപ്പോകട്ടെ. യേശു നാമത്തിൽ ഒരു അത്ഭുത പ്രവർത്തിക്കായി. Thank you, Jesus. Udava rikamanava shaptaladala baudigasi. Hattal dilagala gadage rikamanava shaptaladana. Baudiga rikamanava shaptaladala baudigasi. ഉള്ളം നീറുന്ന പ്രശ്നത്തെ സ്വർഗം അറിയുക. അതേ, പുരുഷാരം അറിഞ്ഞില്ലെന്ന് വേണ്ടത്. ഭവനത്തിനകത്ത് ഒരു വാക്കുകൂടി ഞാൻ പറഞ്ഞ് നിർത്തുകയാണ്. യേശു എന്താ പറഞ്ഞത്? ഓ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. 5-ാം വാക്യം അതിന്റെ അവസാന പാട്ട്. ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടത്. സക്കായിയെ, നീ മാത്രമേ വന്നുള്ളൂ, പക്ഷെ നിനക്ക് ഭാര്യയുണ്ട്. അവിടെ ഞാൻ അസ്യൂം ചെയ്യുക, ഞാൻ ഭാവനയിൽ കാണുക, മക്കളുണ്ട്. കുറെ നാളായി അവർ തലയിൽ മുണ്ടിട്ടാ വെളിയിൽ നടക്കുന്നത്. കാരണം എന്തെന്നറിയാമോ?
ചുങ്കക്കാരൻ്റെ ഭാര്യ വരുന്നുണ്ട് കേട്ടോ. നമ്മളെ പിരിക്കുന്നവൻ്റെ ഭാര്യ വരുന്നുണ്ട്, നമുക്ക് പിരിച്ച് മുടിപ്പിക്കുന്നവൻ്റെ കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. ആരും അവരോടൊപ്പം കൂട്ടുകൂടണ്ട കേട്ടോ. സ്തോത്രം അല്ലേ. അങ്ങനെ അവരെ അധിക്ഷേപിച്ച് കാണും, അങ്ങനെ അവരെ നിന്ദിച്ചു കാണും. അവർക്ക് ആഗ്രഹമുണ്ടായിട്ട് ചെയ്യുന്നതല്ലെന്നേ. ആമേൻ, സ്തോത്രം. ഈ പണി ഏറ്റെടുത്തപ്പോൾ, ആമേൻ, ഈ പ്രതികൂലത്തിൻ്റെ അനുഭവങ്ങൾ വരുമ്പോൾ, നിന്നയും പരിഹാസവും കടന്നു വരുമ്പോൾ, അത് സക്കായിക്ക് മാത്രമല്ല, സക്കായിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും ആ നിന്നയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ യേശു പറഞ്ഞത്, സക്കായിക്ക് മാത്രമെങ്കിൽ അവൻ മരത്തിന്റെ മുകളിൽ നിന്ന് അവനെ താഴോട്ട് വിളിച്ച് അവിടെ അവന് വേണ്ടി അവൻ ഹല്ലേലൂയ ഒരു പ്രതിവിധി നടത്തി അവനൊരു മറുപടി നൽകി അവനെ ആശ്വസിപ്പിച്ച് വിടാമായിരുന്നു. സ്വർഗം പറഞ്ഞില്ല. ആമേൻ, ഹല്ലേലൂയ. ഭവനത്തിനകത്ത് കരയുന്ന ചില ജീവിതങ്ങളുണ്ട്. നിന്റെ ഭാര്യയും മക്കളും, ആമേൻ, നീ ചെയ്യുന്ന ഈ ജോലിയുടെ പ്രശ്നം കൊണ്ട്, ആമേൻ, നീ തട്ടിച്ചു മേടിച്ച നീ ചെയ്ത അകൃത്യത്തിന്റെ കാരണം കൊണ്ട് കരഞ്ഞ് പുറത്തിറങ്ങുവാൻ കഴിയാതെ നിന്ദതയായിരിക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. അവരെ ഞാൻ വിടുവിപ്പാൻ ആഗ്രഹിക്കുകയാ ഈ പകൽ. ആമേൻ, കർത്താവിനെ കാണുവാൻ ഓടിയവന്റെ ഭവനത്തെ സ്വർഗം തൊട്ടെങ്കിൽ, ആമേൻ, യഥാർത്ഥമായി ദൈവത്തെ അറിയുവാൻ നീ തുനിഞ്ഞാൽ നിനക്കുള്ളതിനെ പോലും വിടുവിപ്പാൻ, ആമേൻ, ഹല്ലേലൂയ, ഉള്ളറകളിലേക്ക് ഇറങ്ങി വരുവാൻ, ആമേൻ, ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുത്തുവാൻ, അസമാധാനത്തിന്റെ കെട്ടുകൾ അഴിച്ചു മാറ്റുവാൻ യേശുവിൻ നാമത്തിൽ ഒരു അത്ഭുത പ്രവൃത്തികൾ ദിവസങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ, ഒരു ദൈവ പ്രവൃത്തി സംഭവിക്കട്ടെ. ഞാൻ ആഗ്രഹിക്കുകയാ. ആമേൻ, ഹല്ലേലൂയ. ഈ സക്കൈക്ക്, ആമേൻ, ആലയത്തിൽ പോകാം, പക്ഷെ അവന്റെ ഭാര്യയ്ക്കോ, ആമേൻ, മൂന്നായിട്ട് ആലയം തിരിച്ചിരിക്കുക. ഒടുവിലത്തെ പ്രാകാരത്തിനകത്ത് നിന്ന് ഈ പുള്ളി മുന്നോട്ട് നോക്കുന്നത് ഭാര്യയ്ക്കോ. അവളുടെ ഹൃദയത്തിന്റെ വേദന അറിയുവാൻ, ആമേൻ, ഹല്ലേലൂയ, ഒരു പരിശീലനമില്ല, ഒരു കൂട്ടുകാരുമില്ല, അയൽപ്പക്കക്കാർ പോലും ഈ ഭവനവുമായിട്ട് വലിയ സംബന്ധത്തിലല്ല. കാരണം മുഴുവൻ യഹൂദന്മാർക്കും അവരുടെ ഇടയിലുള്ള ചുങ്കക്കാരെ ദേഷ്യമാണ്, കണ്ണുകടി. അവരുമായിട്ട് സംബന്ധത്തിന് പോകാറില്ല. ജാതികൾക്ക് പ്രാകാരമുണ്ട്, ഇവർക്ക് പോലും കടന്നു പോരാൻ സ്ഥാനമാനങ്ങളില്ലെന്നേ. അത്രത്തോളം, ആമേൻ, അവഗണിക്കപ്പെട്ട ഒരു ഗ്രൂപ്പാ. സ്തോത്രം. സക്കായി കൊറിയവനാകെ കൊണ്ടും, ആമേൻ, തന്റെ ഹൃദയത്തിന്റെ ഭാരം യേശുവോട് പറയാൻ പറഞ്ഞപ്പോൾ ഭവനത്തിനകത്ത് ചില നിലവിളികളുണ്ട്. അതിന് ഉത്തരം എവിടെ നിന്ന് ചോദിക്കുമ്പോൾ യേശു പറയുക, ഇന്ന് പകൽ നിന്റെ ഹൃദയം സക്കായേ, ആമേൻ, എനിക്ക് വേണ്ടി നൽകിയാൽ, ആമേൻ, നിന്റെ കുടുംബത്തിന്റെ വിഷയത്തെ പൂർണ്ണമായി മാറ്റുവാൻ ഞാൻ ശക്തനായ ദൈവമാ. ആമേൻ, അവിടെ നാം വായിക്കുന്നത് ഇപ്രകാരമാണെന്നേ. ഹല്ലേലൂയ, സ്തോത്രം. കാണാതെ പോയതിനെ അല്ലേ രക്ഷിപ്പാൻ. 9-ാം വാക്യത്തിൽ ഇപ്രകാരമാണ്, ഈ വീടിന് വന്നു കേട്ടോ. വീടിനകത്ത് ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട് അല്ലേ. അപ്പൊ ടോട്ടൽ, ആമേൻ, കർത്താവ് എല്ലാവരെയും തൊടുകയാണ് കേട്ടോ. സ്തോത്രം. ആരെയാണ് തൊട്ടത്? പുരുഷാരത്തെ കണ്ട്, ആമേൻ, ഹല്ലേലൂയ, യേശുവിനെ കാണാൻ പറ്റുകയില്ലല്ലോ എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയവനെ അല്ല, ആമേൻ, മുന്നമ്മേ ഓടി യേശുവിനെ കാണുവാൻ ശ്രമിച്ചവനെ, ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട്, ആമേൻ, ഉത്തരം കാണാതെ നിർത്തിയവനെ അല്ല, ഒരു പ്രാവശ്യം ഉപസിച്ചിട്ട് വിഷയത്തിന് മറുപടി കാണാതെ വഴിയിൽ വെച്ച് വിട്ടേച്ചവനെയല്ല, ആമേൻ, ദൈവത്തെ വിശ്വസിച്ചിട്ട്, ആമേൻ, ഇത് നടക്കുകയില്ല, ഇനി ഒന്നും സംഭവിക്കുകയില്ലെന്ന് മനസ്സു പറഞ്ഞ് പുറകോട്ട് പോകുന്നതിനെയല്ല ദൈവം വിടുവിക്കുന്നത്. പിന്നെയോ ദൈവത്തോടുകൂടെ നടന്ന് ഒരു ദൈവ പ്രവൃത്തി കേൾപ്പിച്ചു കൊടുക്കുന്ന ഒരുവളെ സ്വർഗം വിടുവിക്കുന്ന ദൈവമാ. ഈ പകൽ നമ്മെ തന്നെ ഒന്ന് ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനി, ആമേൻ, ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത്, ആമേൻ, രക്ഷിക്കുക എന്നുള്ളത്, തകർക്കുക എന്നുള്ളതല്ല. അവ സ്നേഹിക്കുന്ന ദൈവമാ. നിന്റെ ഉഴൽച്ചകളെ, നിന്റെ തകർച്ചകളെ, നിന്റെ ഹൃദയത്തിന്റെ തകർച്ചയെ, നിന്റെ ശരീരത്തിന്റെ രോഗത്തെയും ഒക്കെ അറിയുന്ന ദൈവകരങ്ങളൊന്ന് സമർപ്പിക്കാം. ഈ പകൽ നാം പ്രാർത്ഥനയ്ക്കായി ദൈവത്തിൽ തലകളെ വണക്കുകയാണ്. നമ്മെ തന്നെ ദൈവകരങ്ങളൊന്ന് പരമേൽപ്പിച്ചാട്ടെ. ആമേൻ.